ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഏറ്റവും കൂടുതൽ കമൻറ്റ് കാണുന്നത് ഞങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കമൻറ്റ് കേട്ടത് സെറ്റ് എക്സാമിന് മാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്, കുറച്ച് ടിപ്സ് പറയുമോ എന്നുള്ളതാണ്. അപ്പം സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. CCയുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സെറ്റ് എക്സാമിന് ആവശ്യമായിട്ടുള്ളത് എല്ലാം ഇവിടെ കിട്ടും അല്ലേ. അപ്പം സെറ്റ് എക്സാം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഞാൻ പറയാം, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ കുറച്ച് ക്ലേശകരമായ ഒരു യാത്രയാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊരു ഈസി ആയിട്ടുള്ള എക്സാം അല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 13, 15 ഒക്കെ പെർസെൻറ്റേജ് മാത്രമാണ് ഓവറോൾ കേരളത്തിൽ പറയുന്നത് പെർസെൻറ്റേജ് വരുന്നത്. ചില സബ്ജക്റ്റൊക്കെ അതിലും വളരെ കുറവായിട്ടുള്ളത് വരെയുള്ളൂ. വളരെ കുറച്ച് പേരാണ്, 2000 പേര് എഴുതുമ്പം ചിലപ്പം 200 പേര് ഒക്കെയാണ് പാസ്സാവുന്നത്. അതിൽ താഴെ 164 ഒക്കെ പാസ്സാവുന്നവരുണ്ട്. അപ്പം നിങ്ങൾ സെറ്റ് എക്സാമിനെ കാണേണ്ടത് വളരെ നിസ്സാരമായിട്ടല്ല. ഇപ്പോൾ ടിപ്സ് എന്ന് പറഞ്ഞാൽ പാസ്സാകാനായിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞുതരാം. ആദ്യം പറയുന്നു, PGയുടെ ബുക്കുകൾ ഒക്കെ എടുത്ത് വെക്കുക. അതെപ്പോഴും ഒരു റെഫറൻസ് മെറ്റീരിയലായിട്ട് വെക്കുക, PG ബുക്സുകളൊക്കെ. അപ്പോൾ നമുക്ക് എന്താ ഗുണമുള്ളത്, PGയുടെ ബുക്സൊക്കെ നോക്കുമ്പം നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ക്രിസ്പി നോട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പുസ്തകങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ആ പോർഷൻസ് കളയരുത്. ദെൻ അടുത്തത് സിലബസ് ഡൗൺലോഡ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡൗൺലോഡ് ചെയ്യുക. ഇതെല്ലാം അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മുടെ എവിടെ കിട്ടും, LBSൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. ഇനിയും എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്? ആദ്യം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല എങ്കിൽ എന്താണ്, ഇതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, കവർ ചെയ്യത്തുള്ളൂ. ഒരു ഫസ്റ്റ് മോഡ്യൂൾ മാത്രം കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വിഷയം പാസ്സാവുമോ? ഒരിക്കലും പാസ്സാവില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറേ പോർഷൻസ് 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 20 ദിവസം എടുത്ത് ഒരു മോഡ്യൂൾ മാത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന് നമുക്ക് പാസ്സാകാനുള്ള ഒരു പോസിബിലിറ്റിയെ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിൾ ആദ്യം ഫോളോ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, അത് ഫോളോ ചെയ്യണം. അതിൽ പേപ്പറിനോടൊപ്പം, മെയിൻ പേപ്പറിനോടൊപ്പം തന്നെ ജനറൽ പേപ്പറിനും നിങ്ങൾ പരിഗണന കൊടുത്തു വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് കോർ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക. പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് കോർ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോ സബ്ജക്റ്റിൻ്റെയും ഉണ്ട്. മാത്സിനായാലും ഫിസിക്സിനായാലും എക്കണോമിക്സിനായാലും എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോർ ഏരിയാസ്, ആ കോർ ഏരിയാസ് എങ്കിലും മിനിമം കവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ. അടുത്തത് എന്താണ്, കറണ്ട് അഫയേഴ്സ് ആദ്യത്തെ 6 മാസം ബാക്കിലേക്കും നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പം ആദ്യത്തെ 6 മാസം നിങ്ങൾ ആ എക്സാമിന് ഇരിക്കുന്ന സമയത്തിലെ ബാക്കിലെ 6 മന്ത്സ് കറണ്ട് അഫയേഴ്സും നിങ്ങളോടൊപ്പമുള്ള, അതായത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്തായാലും ഒരു 6 മാസം കിട്ടും. ആ സമയത്തെയും കറണ്ട് അഫയേഴ്സ് അന്ന് തൊട്ടുള്ളത് അന്ന് തൊട്ട് തന്നെ വായിച്ച് ശീലിക്കുക. ബാക്കിലേക്കുള്ളത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിൻ്റെ ബാക്ക് 6 മന്ത്സ് എന്തായാലും കവർ ചെയ്യണം. കാരണം കറണ്ട് അഫയേഴ്സ് ഒരു അനിവാര്യ ഘടകമാണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി, കാരണം ഇത് കടൽ പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരാഴ്ചയിൽ ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ റിവിഷനോടൊപ്പം തന്നെ മാക്സിമം അതിൻ്റെ ചെറിയ റിവിഷൻ ടെസ്റ്റുകൾ നടത്തുക. ദെൻ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ചില ചാപ്റ്റേഴ്സ് തമ്മിൽ കണക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ബേസ് ചെയ്ത് വേണം, കണക്റ്റിംഗ് ചാപ്റ്റർ കണ്ടെത്തി വേണം നിങ്ങൾ ടൈം ടേബിൾ തയ്യാറാക്കാനായിട്ട്. ഇതൊക്കെയും നിങ്ങളുടെ പഠനത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 6 മാസം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാവുന്ന എക്സാമേ ഉള്ളൂ നമ്മുടെ ഈ സെറ്റ് എന്ന് പറയുന്നത്. അപ്പം പഠിച്ചു തുടങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. കൺസിസ്റ്റൻ്റ് ആകുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് നോട്ടൊക്കെ എഴുതി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പാസ്സാകാൻ സാധിക്കും. സോ മുന്നിലുള്ള അവസരങ്ങളെപ്പറ്റി നമ്മൾ അവെയർ ആയിരിക്കുക. ഒരു എക്സാം ക്ലിയർ ചെയ്ത് ഇതെനിക്ക് ക്ലിയർ ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അതിനുവേണ്ടി പരിശ്രമിക്കാതിരുന്നാൽ
ഒരിക്കലും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നന്നായി പരിശ്രമിക്കുക, നന്നായി പഠിക്കുക. മുന്നോട്ടുള്ള പഠനം CC ലേണിംഗ് ആപ്പിൽ ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് CC ലേണിംഗ് ആപ്പ് താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം CCയിൽ ബിഗ് ഡേ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഓഫർ അവൈലബിൾ ആണ്. സോ പഠിച്ചു തുടങ്ങുക. CCയോടൊപ്പം തന്നെ പഠിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ ടൈം ഒരുപാട് കളയാതെ തന്നെ നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതേപോലുള്ള മോർ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു സോ മച്ച്.